ബന്ധങ്ങളുടെ ഈ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത് നമ്മളെ തമ്മിലും പ്രകൃതിയുമായും ഈ പ്രപഞ്ചവുമായും അങ്ങനെയെല്ലാം ചേർത്തു നിർത്തുന്ന ചില ആഴത്തിലുള്ള കണ്ണികളെക്കുറിച്ചാണ്. ഈ യാത്ര തുടങ്ങുന്നതിനു മുൻപ് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പുറത്തുള്ള ലോകവും അതിലെ ബഹളങ്ങളുമെല്ലാം മറക്കാം. ഈ ഒരൊറ്റ നിമിഷത്തിലേക്ക്, ഈ അനുഭവത്തിലേക്ക് മനസ്സിനെ തുറന്നുവയ്ക്കാം. ആ ശാന്തമായ മനസ്സോടെ നമുക്കൊരു വാക്കിന്റെ അർത്ഥം തേടാം: നിയന്ത്രണം. എന്താണ് ശരിക്കും സ്വയം നിയന്ത്രിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷേ നോമ്പ് എന്ന അനുഭവത്തിലൂടെ നമുക്ക് ആ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കാം. നോമ്പെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഭക്ഷണം ഒഴിവാക്കുന്നതിനെക്കുറിച്ചാവും, അല്ലേ? എന്നാൽ അതെത്തിലും വലുതാണ്. നമുക്ക് ഇഷ്ടമുള്ള അനുവദനീയമായ കാര്യങ്ങളിൽ നിന്ന് പോലും കുറച്ചു സമയത്തേക്ക് നമ്മൾ ബോധപൂർവം മാറി നിൽക്കുകയാണ്. അപ്പോൾ അതൊരു പരിശീലനമായി മാറുന്നു, ശരീരത്തിനും അതിലുപരി ആത്മാവിനും. അപ്പോൾ നോമ്പും പട്ടിണിയും ഒന്നല്ല, തിരഞ്ഞെടുപ്പും നിസ്സഹായതയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നോമ്പ് എന്നത് നമ്മുടെ മനസ്സിന്റെ കരുത്തിൽ നിന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്. എന്നാൽ പട്ടിണിയോ, അത് സാഹചര്യങ്ങൾ നൽകുന്ന വേദനയാണ്. ഒന്ന് നമ്മുടെ ആത്മാവിന് ശക്തി തരുമ്പോൾ മറ്റേത് ശരീരത്തെ തളർത്തുന്നു. നോമ്പിലെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേക താളമുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോൾ അത് തുടങ്ങുന്നു. ശരീരത്തിന്റെ ആവശ്യങ്ങളെ നമ്മൾ സ്നേഹത്തോടെ മാറ്റിവെക്കുന്നു. പകൽ സമയത്ത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെയാണ് നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ഒടുവിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആശ്വാസത്തോടെയും നന്ദിയോടെയും ആ നിശബ്ദതയെ നമ്മൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ എന്തിനാണ് നിയന്ത്രണം? ഇങ്ങനെ മാറി നിൽക്കുന്നത് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ശരി, അതിൻ്റെ അനുഭവങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അത് നമുക്ക് നൽകുന്ന തിരിച്ചറിവുകളിലേക്ക്. നോക്കൂ, ഈ ഒരു പരിശീലനം നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെയാണ് തൊടുന്നത്. ഒരു വശത്ത് ശരീരത്തിന് വിശ്രമം കിട്ടുന്നു, അത് സ്വയം ശുദ്ധീകരിക്കുന്നു. മറുവശത്ത് നമ്മുടെ മനസ്സ് കൂടുതൽ തെളിച്ചമുള്ളതാകുന്നു, ആത്മനിയന്ത്രണം കൂടുന്നു. വിശപ്പിന്റെ വേദന നമ്മൾ അറിയുമ്പോൾ വിശക്കുന്ന മറ്റൊരാളുടെ വേദനയോട് നമ്മുടെ ഹൃദയം കൂടുതൽ അടുക്കുന്നു. ഈ ഒരു ശൂന്യതയിൽ സ്രഷ്ടാവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. അപ്പോൾ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് തെളിയുകയാണ്. ശൂന്യമായൊരു പാത്രം പോലെ പുതിയ വെളിച്ചത്തെയും അറിവിനെയും സ്വീകരിക്കാൻ അത് തയ്യാറാകുന്നു. ഈയൊരു ആന്തരിക യാത്ര ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അല്ല, ഒരു മാസം മുഴുവൻ. റമദാൻ എന്ന് വിളിക്കുന്ന ഈ കാലം സ്വയം മാറാനും നവീകരിക്കാനും നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഈ മാസത്തിൽ ശരീരത്തിനു മാത്രമല്ല, ആത്മാവിനും ഭക്ഷണം കൊടുക്കുന്നു. വിശ്വാസമനുസരിച്ച് ഇത് ദൈവിക വെളിപാടിന്റെ മാസമാണ്. അതുകൊണ്ടുതന്നെ പ്രാർത്ഥനകളിലൂടെയും വിശുദ്ധഗ്രന്ഥ പാരായണത്തിലൂടെയും പാപമോചനം തേടുന്നതിലൂടെയുമെല്ലാം ആത്മാവതിന്റെ വിശപ്പടക്കുന്നു. അപ്പോ ഈ അനുഭവങ്ങളൊക്കെ എവിടെയാണോ ഒന്നു ചേരുന്നത്? എങ്ങനെയാണ് ഇവ നമ്മളെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നത്? ആ കാതലായ ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, ഈ ഒരൊറ്റ അനുഭവം നമ്മളെ 3 തരത്തിലുള്ള ബന്ധങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. 1. വിശപ്പറിയുമ്പോൾ നമ്മൾ വിശക്കുന്നവന്റെ വേദന അറിയുന്നു. അപ്പോൾ മനുഷ്യൻ മനുഷ്യനുമായി ഒന്നിക്കുന്നു. 2. ശരീരത്തിന് വിശ്രമം നൽകുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ താളത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയുമായി ഒന്നിക്കുന്നു. 3. ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ സൃഷ്ടാവുമായി ഒന്നിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ യാത്രയെ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം: ഇത് ആത്മനിയന്ത്രണവും സഹാനുഭൂതിയും വളർത്തുന്ന ഒരു ദൈവിക പരിശീലനമാണ്. അതെ, ശരീരത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ എത്തി നിൽക്കുന്നത് ആത്മാവിന്റെ ഒരു യാത്രയിലാണ്. മറ്റെല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്ര. എല്ലാ പരിശീലനങ്ങളുടെയും അവസാനം ലക്ഷ്യം ഒന്നുമാത്രമാണ്: നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ വീണ്ടെടുക്കുക, അതിനെ കരുത്തു പകരുക. പുറമേക്ക് കാണുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഉള്ളിൽ നടക്കുന്ന ഈ യാത്ര. ശരീരത്തിന്റെ വിശപ്പടക്കാൻ നമുക്ക് മുന്നിൽ ഭക്ഷണമുണ്ട്. എന്നാൽ ആത്മാവിന്റെ വിശപ്പിന്, അതിനെ തൃപ്തിപ്പെടുത്താൻ എന്താണ് വേണ്ടത്? ഈയൊരു ചോദ്യം അത് നിങ്ങളുടെ കൂടെയിരിക്കട്ടെ ഈ യാത്രയിലുടനീളം.